ശബരിമലയിലെ സ്വത്ത് സംരക്ഷിക്കാൻ കഴിയാത്തവർക്ക് വിശ്വാസത്തെ സംരക്ഷിക്കാൻ കഴിയില്ല. ഇതാണ് അമിത്ഷാ ഇന്നലെ വന്നപ്പോൾ കൃത്യമായി പറഞ്ഞത്. അതായത് ശബരിമല ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിൻ്റെ കയ്യിൽ സുരക്ഷിതമല്ല. CBI വരട്ടെ, SIT അന്വേഷിച്ചാൽ അത് എത്ര ദൂരം പോവും എന്നുള്ളത് കൃത്യമായി അറിയാം. CBI വരുമ്പോൾ ഇപ്പോൾ പൊതിഞ്ഞു മൂടി വച്ചേക്കുന്ന പല പൊയ്മുഖങ്ങളും പുറത്തു വരും എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അമിത്ഷാ വെല്ലുവിളിച്ചിരിക്കുകയാണ്. അമിത്ഷാ പറഞ്ഞത് ധൈര്യമുണ്ടെങ്കിൽ CBI വിളിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ CBI വിളിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഗൂഢാലോചന പുറത്തു വരും. ഗൂഢാലോചന പുറത്തു വരുമ്പോൾ യഥാർത്ഥ പ്രതികൾ പുറത്തു വരും. ഇപ്പം നമ്മൾക്കുള്ള സംശയം, ഈ കേസിനകത്ത് എത്ര അന്വേഷിക്കുമ്പോഴും കേസ് ഇപ്പോഴും നിൽക്കുന്നത് കോടതി പറഞ്ഞ അതേ ആൾക്കാരുടെ അകത്ത് തന്നെയല്ലേ. അത് കോടതി പറഞ്ഞ ആൾക്കാർക്കകത്ത് വരാത്ത ആശങ്കയായിരുന്നു നമ്മുടെ തന്ത്രിയുടെ കാര്യത്തിൽ വന്നത്. അപ്പോൾ തന്ത്രി ഇതിനകത്ത് വന്നപ്പം ഇപ്പോൾ കോടതിയും അന്വേഷണ സംഘമൊക്കെ മോശമായിട്ട് വരുന്ന ഒരു അവസ്ഥയിലേക്ക്, അതിനകത്ത് കോൺഗ്രസിന് മിണ്ടാട്ടമില്ല, BJP പരസ്യമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞു, CPM ഏതാണ്ട് തണുത്ത നിലപാടാണ്. ആദ്യം അവരെങ്ങനെ പറഞ്ഞെങ്കിലും ഒരു തണുത്ത നിലപാടാണ്. അപ്പം ഇതിനകത്ത് നമ്മളീ പറയുന്നത് പോലെ ഒരു ഗൂഢാലോചന, ഒരു വലിയ ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചനയ്ക്കകത്ത് കോടതി ചോദിച്ചതുപോലെ ഈ ദേവസ്വം ബോർഡും ഈ പറയുന്ന തന്ത്രിയും ഒരു പോറ്റിയും എല്ലാം കൂടെ ഇതിനകത്തുനിന്ന് മോഷ്ടിക്കുന്ന സാധനം കടത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിനകത്തൊരു വലിയ ബിസിനസ് കാണുന്നുണ്ട്. കാരണം സ്വർണം മോഷ്ടിക്കാൻ ആയിട്ട് മന്ത്രി അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉന്നതരെ നിൽക്കത്തില്ല. കാരണം അവർക്ക് അതിനകത്തുനിന്ന് ഉണ്ടാകുന്ന ലാഭം തുച്ഛമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ 1 കിലോ സ്വർണം കൊടുത്താലും 2 കിലോ സ്വർണം കൊടുത്താലും 3 കിലോ സ്വർണം കൊടുത്താലും അല്ലെങ്കിൽ 10 കിലോ ആണെങ്കിലും 10 കോടി രൂപയ്ക്ക് അപ്പുറമൊന്നും വരത്തില്ലല്ലോ. ഇപ്പം കടകം, ഉദാഹരണത്തിന് നമ്മളിപ്പോൾ സംശയിക്കുന്ന ഒരാളാണല്ലോ കടകംപള്ളി സുരേന്ദ്രൻ, അല്ലെങ്കിൽ മന്ത്രിമാർ MLA മാർ, സോണിയാഗാന്ധി 10 കോടി രൂപ അടിച്ചു മാറ്റുന്നതിന് വേണ്ടി അവർ നിൽക്കത്തില്ലല്ലോ. അവർക്ക് 10,000 കോടി കിട്ടുന്ന വകുപ്പിനകത്തും അല്ലെങ്കിൽ ആ മോഷ്ടിക്കാനാണെങ്കിൽ ആ പൊസിഷനും വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം അതിനകത്ത് തന്നെയാണ് നമ്മൾക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പം സംശയത്തിൻ്റെ നിഴൽ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഈ കോടതി ഈ കേസെടുക്കുമ്പോൾ, കോടതി ഈ കേസിനകത്ത് അന്വേഷിക്കാൻ തീരുമാനിക്കുമ്പോൾ, അല്ലെങ്കിൽ നേരിട്ട് അന്വേഷിക്കാം എന്ന് തീരുമാനിച്ചിരുന്നിട്ട് കോടതിയുടെ ഡയറക്ഷൻ വന്നപ്പോൾ തന്നെ കോടതി ആദ്യം തൊട്ടേ പറഞ്ഞിരുന്നു സ്ഥാപിക്കാൻ കോടതിക്ക് ആവത്തില്ലല്ലോ. കോടതി ആദ്യം പറഞ്ഞത് ഇതിനകത്ത് ആൻറ്റിക് ബിസിനസ് നടന്നിട്ടുണ്ടോ, അതുപോലെയുള്ള ആൾക്കാർ ഈ സ്വർണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാധനം അവിടുന്ന് അഴിച്ചു മാറ്റിയിട്ട് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ട് ആ സാധനം കടൽ കടത്തിയോ എന്നുള്ള രീതിയിലാണ് വന്നത്. അപ്പം കടൽ കടത്തി അതിനകത്ത് ആ ബിസിനസ് നടന്നു എന്നുള്ള രീതിയിലാണ് നമുക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന കാര്യങ്ങൾ, നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൽ അല്ലെങ്കിൽ ഈ പറയുന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന് കിട്ടുന്ന കാര്യങ്ങൾ അറിയാവുന്ന, അതല്ലെങ്കിൽ അത്തരത്തിൽ ബന്ധമുള്ള പ്രതിപക്ഷ നേതാവായിട്ടും അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയുമായിട്ടിരുന്ന കോൺഗ്രസ് നേതാവ് അതിനെ വ്യക്തത വരുത്തിക്കൊണ്ട് പറഞ്ഞത്, മൊഴി കൊടുത്തത്, SITയെ നേരിട്ട് കത്ത് കൊടുത്ത് എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞത്, അതിനകത്ത് 2 വ്യവസായികൾ വ്യക്തത വരുത്തിയത്, പഞ്ചലോക വിഗ്രഹം നേരിട്ട് കണ്ടെന്ന് ബോധ്യപ്പെടുത്തിയത്, അങ്ങനെ ഒരു മണിയുടെ കാര്യത്തിൽ മണിയെ ചോദ്യം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വന്ന് മണി കുറ്റക്കാരനല്ലെന്ന് പറഞ്ഞ് വിടുന്നു. മണി കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ് വിടുമ്പോൾ അതിന് അന്വേഷണ സംഘത്തിന് അതിനുള്ള അധികാരമുണ്ടല്ലോ. അന്വേഷണ സംഘം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. ഇപ്പോൾ ധന്യയുടെ പേരിൽ കേസ് വരുന്നു, കേസിനകത്തൊരു ആരോപണം വരുമ്പോൾ ആരോപണത്തിനകത്ത് വ്യക്തതയുണ്ടോ, കൃത്യതയുണ്ടോ, സത്യസന്ധമാണോ എന്നാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ അന്വേഷിച്ചിട്ട് തീരുമാനിക്കാം അന്വേഷണ സംഘത്തിന്. കള്ളനാണേലും തീരുമാനിക്കാം, ഇല്ല കള്ളനല്ല, അതിനാണല്ലോ ഇത്. മറ്റേതിനകത്ത് ഈ തന്ത്രിയെ രക്ഷപ്പെടുത്താൻ പറ്റാത്തൊരവസ്ഥ വന്ന ഇത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് റെക്കോർഡിക്കലായിട്ട് ഈ പറയുന്ന ആരോപണം, അകത്ത് കിടക്കുന്ന ആൾക്കാരുടെ പേരുള്ള അതേ ആരോപണം തന്ത്രിയുടെ പേര് നിൽക്കുകയാണ്. തന്ത്രി ഈ അറിവില്ലാത്തവനോ വിദ്യാഭ്യാസമില്ലാത്തവനോ ഒന്നുമല്ല. ഈ വക കാര്യങ്ങൾ ഇങ്ങനെ ആയിക്കൂടാന്ന് ശബരിമലയിൽ നിഷ്കർഷിച്ചിട്ടുള്ള ആളാണ് തന്ത്രി. അവിടുത്തെ ശബരിമലയിലെ വസ്തുക്കൾ ശബരിമലക്കകത്ത് പുറത്തു പോകാൻ പാടില്ല, അത് ദേവഹിതമല്ല എന്ന് പറഞ്ഞിട്ടുള്ള അതേ തന്ത്രിയുടെ അറിവോടുകൂടി ഈ പറയുന്ന സാധനങ്ങൾ വെളിയിൽ കൊണ്ടുവന്നുകൊണ്ടാണ് ഇതിനകത്ത് തന്ത്രിയെ സംശയിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ അമിത്ഷാ പറയുന്നു ശബരിമല വിഷയത്തിനകത്ത് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾക്ക് ഒളിച്ചുകളിയുണ്ട്, ചുണയുണ്ടോ കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കാൻ, അല്ലെങ്കിൽ CBI വരുന്നതിന് സ്വാഗതം ചെയ്യാൻ പിണറായി വിജയന് കഴിയുമോ? കാരണം ഇവിടെ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് തീരുമാനിക്കാം CBI വേണോ വേണ്ട, CBI വരണ്ട, അല്ലെങ്കിൽ ഇവിടുത്തെ കേസുകൾ അന്വേഷിക്കേണ്ട എന്ന് അവർക്ക് തീരുമാനിക്കുന്നതിനെ മറികടക്കണമെങ്കിൽ കോടതി ഇടപെടണം. ഇപ്പോൾ കോടതിക്കകത്ത് ED വന്നു, അല്ലെങ്കിൽ അതിനകത്ത് കള്ളപ്പണ ഇടപാടുണ്ട് എന്നുള്ള കാര്യത്തെപ്പറ്റി തിരക്കുന്നതിന് വേണ്ടി രേഖകൾ ആവശ്യപ്പെട്ടപ്പോൾ ആദ്യം ഈ പറയുന്ന ഗവൺമെൻറ് സംവിധാനം അതിനെതിരെ നിന്നത് കോടതിയെ കൊടുത്തോളാൻ പറഞ്ഞു. ഇപ്പോൾ രണ്ടാമത് ആരെങ്കിലും ഈ അന്വേഷണം അല്ലെങ്കിൽ ഈ SIT അന്വേഷണം പ്രാപ്തമല്ല, തൃപ്തികരമല്ല, അല്ലെങ്കിൽ
വേണ്ട രീതിയിൽ പോകുന്നില്ല എന്ന് കണ്ടുകൊണ്ട് CBI അന്വേഷണം കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചാൽ മാത്രമേ അതിനകത്തൊരു വ്യക്തത ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി കൊടുക്കാൻ ഹൈക്കോടതി അന്നേരം തന്നെ അംഗീകാരം കൊടുക്കും. ഹൈക്കോടതി ആരെങ്കിലും ഇതിനുവേണ്ടി ആവശ്യപ്പെടുന്നുണ്ടോ എന്നുള്ള രീതിയിലേക്ക് നിൽക്കുകയാണ്. ഹൈക്കോടതി പലവട്ടം SITയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ കേസിൻ്റെ അന്വേഷണത്തിൽ ഹൈക്കോടതിക്ക് എന്തുകൊണ്ട് ഇന്നാളെ പിടിക്കുന്നില്ല, എന്തുകൊണ്ട് കേസിനകത്ത് ആ വകുപ്പിടുന്നില്ല, എന്തുകൊണ്ട് നിങ്ങളുടെ മെല്ലെപ്പോക്ക് എന്നുള്ള രീതിയിലേക്ക് ചോദിച്ചു. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ഹരിശങ്കർ എന്ന് പറയുന്ന ഹരിശങ്കർ എന്ന് പറയുന്ന IG-യുടെ അച്ഛനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാതിരിക്കുന്നു? കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന ആൾ, ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടിരുന്ന ആൾ, കൂടെ ഇരുന്ന ദേവസ്വം ബോർഡ് മെമ്പറായിട്ടിരുന്ന ആൾ വളരെ കുറ്റക്കാരനാണല്ലോ. അത് ആരും പറയണ്ടല്ലോ, കൂട്ടുപ്രതിയാണല്ലോ. ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാത്ത? അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാത്തതിന് അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്. അതേ സ്വാധീനത്തിൽ ഇവരാരെയൊക്കെ ഒളിപ്പിച്ചിട്ടുണ്ട്, ആരെയൊക്കെ അല്ലെങ്കിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്, ആരെയൊക്കെ പിടിക്കാതെയുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കേസ് വഴിതിരിച്ച് വിട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ സംശയമുണ്ട്. കാരണം ഇതിനകത്ത് നമ്മൾ വിചാരിക്കുമ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന പരികർമ്മി യാതൊരു കാരണവശാൽ ഇത്തരത്തിൽ കാര്യത്തിൽ ഇടപെടാൻ ഒരു റൈറ്റും ഇല്ലാത്ത ആൾ, അല്ലെങ്കിൽ അധികാരമില്ലാത്ത ആൾ, ആ പ്രദേശത്തോട്ട് എത്തി നോക്കാൻ പോലും സാധിക്കാത്ത ആൾ ഇത്രയും കാര്യങ്ങൾ അങ്ങ് ചെയ്തെന്ന് പറഞ്ഞാൽ, പണ്ട് ആന്റണി കൊലക്കേസിൽ ഒരാൾ 6 പേരെ കൊന്ന 30 കിലോ ഉള്ളവനെ പ്രതിയാക്കി കേസ് ഫ്രെയിം ചെയ്ത് അവനെ ശിക്ഷിച്ച് ജീവപര്യന്തം ഇട്ട് പോകാൻ പറഞ്ഞ് ഞാൻ കൊന്നിട്ടേ ഇല്ല, ഞാൻ ഒരാളെ പോലും ത്രാണിയില്ല എന്ന് പറയുന്നത് പോലെ ഇതിനകത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കകത്തും കോടതിയുടെ മുമ്പിൽ യാതൊരു കാരണവശാലും രക്ഷപ്പെടുത്താൻ പറ്റാത്ത രീതിയിലേക്ക് വാസുവിനെയും അല്ലെങ്കിൽ പപ്പനെയും ഒക്കെ പ്രതിയാക്കി ഏറ്റവും അവസാനം തന്ത്രിയെ കൂടെ പ്രതിയാക്കി ഇത് ഒതുക്കുന്ന അവസ്ഥയിലേക്കുണ്ടോ? എന്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മൾ ഇവനെയും ചോദിക്കുന്നു? ഈ പറയുന്നത് പോലെ സോണിയാഗാന്ധിയുടെ കൂടി നിന്നു. എന്തിന് ഈ പറയുന്ന ഇപ്പം അകത്ത് കിടക്കുന്ന വ്യവസായി, സ്വർണം കടത്തിയവൻ, അല്ലെങ്കിൽ ഗോവർദ്ധന്റെ കൂടെ നിൽക്കുന്നു? അതായത് സ്മാർട്ട് ക്രിയേഷൻസ് കുടുംബസമേതം ഈ പറയുന്ന നേതാക്കന്മാർ, പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ഈ UDF കൺവീനർ, അല്ലെങ്കിൽ പത്തനംതിട്ട MP, അല്ലെങ്കിൽ അതുപോലെ തന്നെ പറഞ്ഞത് ശരിയാണെങ്കിൽ ആലപ്പുഴക്കാരൻ രാഷ്ട്രീയക്കാരൻ, ഇത് ആരാ പറഞ്ഞ്? രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാം ഈ ഗൂഢാലോചന വാതിൽപ്പടിയിലും അല്ലെങ്കിൽ ദ്വാരവകല ശില്പത്തിലും അല്ല 2007 തൊട്ട് പോറ്റിയെ കയറ്റിയ കാലം തൊട്ട് നടക്കുന്ന കൊള്ളയാണ്. അത് 18-ാം പടിയുടെ കാര്യത്തിലും നടന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ പറയുന്ന കൊടിമരത്തിൻ്റെ കാര്യത്തിൽ നടന്നിട്ടുണ്ടാവും. അത് വ്യക്തത വരുത്തി പപ്പൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഗൂഢാലോചന അന്വേഷിക്കാൻ സമ്മതിക്കുന്നില്ല. ആ ഗൂഢാലോചന അന്വേഷിച്ചാൽ ഈ പറയുന്ന 1000 കോടി രൂപയുടെ ബിസിനസ് 500 കോടി രൂപ നടന്നു കഴിഞ്ഞു. പഞ്ചലോക വിഗ്രഹത്തിൻ്റെ കാര്യം അത് ശബരിമലയിൽ ഒതുങ്ങുന്നതായിരിക്കത്തില്ല. പല ക്ഷേത്രങ്ങളിൽ നിന്നും പഞ്ചലോക വിഗ്രഹം കടത്തിയ റാക്കറ്റ് തന്നെയാണ് ശബരിമലയിലും പ്രവർത്തിച്ചത്. അത് കുറഞ്ഞ റാക്കറ്റില്ല. ശബരിമലയിൽ ഇത് ചെയ്യാമെങ്കിൽ ഇത്രയും ഉത്തരവാദിത്വമില്ലാത്തതും അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാത്തതുമായിട്ടുള്ള ഇതുപോലെ മൂല്യമുള്ള 1000കണക്കിന് വർഷം പഴക്കമുള്ള പല ആൻറ്റിക് വസ്തുക്കളും ഉള്ള ഒരു അല്ലെങ്കിൽ പ്രദേശം തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ളിടം തന്നെയാണ് കേരളം. അപ്പോൾ പലയിടത്തുനിന്നും ഇത് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ അന്വേഷണം ഇപ്പോഴും ചവിട്ടിപ്പിടിക്കുന്നു, അല്ലെങ്കിൽ വേണ്ട വിധത്തിലേക്ക് എത്തുന്നില്ല. അതെത്തുന്നതിന് വേണ്ടിയാണ് ഈ പറയുന്ന അമിത്ഷാ പറയുന്നത് CBI കൊണ്ടുവരാൻ ധൈര്യമുണ്ടോ, CBI വിളിക്കാൻ ധൈര്യമുണ്ടോ? കേന്ദ്ര ഏജൻസി വന്നാൽ യഥാർത്ഥത്തിലുള്ളവർ കുടുങ്ങും. അതായത് അമിത്ഷാ പറയുന്നത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അകർത്തു പോകും എന്നുള്ള ധ്വനിയിലാണ് ഇന്നലെ സംസാരിച്ചത്. ഒരുപക്ഷെ കേന്ദ്ര ഏജൻസി വന്നാൽ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലേക്കുള്ള അന്വേഷണം വേണ്ട രീതിയിൽ സത്യസന്ധമായി നടന്നാൽ നമ്മൾ ഉദ്ദേശിക്കാത്ത ആൾക്കാർ ഇതിനകത്ത് പ്രതിയാകും, അല്ലെങ്കിൽ ഉന്നതർ പ്രതിയാകും. അതിനകത്ത് CPM ഉന്നതരുണ്ടാവാം, കോൺഗ്രസിൻ്റെ ഉന്നതരുണ്ടാവാം, ഒരു പക്ഷേ BJPക്ക് അകത്തു നിന്ന് പോലും ആളുകൾ ഉണ്ടാകാം. ഇത് കൊള്ള സംഘത്തിനകത്ത് പാർട്ടിക്കപ്പുറം ഒരു ഉദ്യമം അല്ലെങ്കിൽ ഒരു കൊള്ള സംഘം അതിനകത്ത് എല്ലാ പാർട്ടിക്കാരും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ശബരിമല കേസിനകത്ത് ആരും കൂടുതൽ വാശി പിടിക്കാത്തത്, ആരും അതിൻ്റെ സമരം കൂടുതൽ ബലപ്പെടുത്താത്തത് എന്ന് കരുതേണ്ടി വരും.